ഫുട്ബോളിന്റെ ഏറ്റവും അലങ്കരിക്കപ്പെട്ട ചരിത്രത്തിന്റെ ഭാഗമായിരുന്നു ജോഗോ ബോണിറ്റോ. ചെറുപാസുകളിൽ എതിരാളികളുടെ കാലിനരികിലൂടെ ഏറ്റവും മനോഹരമായ പന്ത് മുന്നോട്ട് കളിക്കുന്ന ബ്രസീലിയൻ ശൈലിയാണ് ജോഗോ ബോണിറ്റോ. കളി കാണുന്നവരുടെ കണ്ണുകളെയും മനസ്സിനെയും ആനന്ദിപ്പിക്കുന്ന ജോഗോ ബോണിറ്റോയുടെ ഹരത്തിൽ ബ്രസീലിനുള്ള പിന്തുണ വളരെ രീതിയിൽ വർദ്ധിച്ചു വന്നു. ബ്രസീലിന്റെ ഫുട്ബോൾ ചരിത്രത്തിൽ ആകർഷകമായ ജോഗോ ബോണിറ്റോ ഫുട്ബോൾ ശൈലി കൊണ്ട് പ്രശസ്തമായെങ്കിലും അതിൽ ഏറ്റവും അവസാനത്തേതായി ഇപ്പോൾ മനസ്സിലാക്കുന്നത് നെയ്മറിനെയാണ്. നെയ്മറിനെ ജോഗോ ബോണിറ്റോയുടെ അവസാനത്തെ ടോർച്ച് ബെയറായാണ് ഇപ്പോൾ ജനങ്ങൾ വാഴ്ത്തുന്നത്. തന്റെ അതിശയിപ്പിക്കുന്ന കഴിവുകൾ, സർഗാത്മകമായ കളികളിലെ കഴിവ് എന്നിവയ്ക്ക് പേരുകെട്ട നെയ്മർ കലാപരമായ കഴിവുകൾ, താളം, സന്തോഷം എന്നിവയാൽ ആഘോഷിക്കപ്പെടുന്ന ബ്രസീലിയൻ ഫുട്ബോളിന്റെ സ്വത്തായി ഉൾക്കൊള്ളുന്നു. പെലെയെ പോലെയുള്ള ബ്രസീലിയൻ ഇതിഹാസങ്ങളുമായി താരതമ്യപ്പെടുത്തിയ സാന്റോസ് എഫ്സിയിലെ തന്റെ ആദ്യ കാലങ്ങളിൽ നിന്നും സാങ്കേതിക വൈദഗ്ധ്യത്തെ വിനോദമായി സംയോജിപ്പിക്കാനുള്ള അതുല്യമായ കഴിവ് നെയ്മർ പ്രകടിപ്പിച്ചു. അദ്ദേഹത്തിന്റെ വേഗതയേറിയ കാൽവെപ്പുകൾ, ധീരമായ ട്രിബിളിംഗ്, അതിശയകരമായ ഗോളുകൾ നേടാനുള്ള കഴിവ് എന്നിവ അദ്ദേഹത്തെ ആഗോള സെൻസേഷനാക്കി മാറ്റി. സാന്റോസിൽ 2015 കോപ്പ ലിബർട്ടഡോറസ് നേടിയ ലോക ഫുട്ബോളിലെ ഏറ്റവും തിളക്കമുള്ള പ്രതിഭകൾ ഒരാളെന്ന പദവി അദ്ദേഹം ഉറപ്പിക്കുകയും ചെയ്തു. 2013 നെയ്മർ FC ബാഴ്സലോണയിലേക്ക് മാറിയതിനു ശേഷം അവിടെ ലയണൽ മെസ്സി, ലൂയിസ് സുവാരസ് എന്നിവരുമായി ചേർന്ന് ഇതിഹാസ MSN ത്രയത്തിന് രൂപം നൽകി. അവർ ഒരുമിച്ച് യൂറോപ്യൻ ഫുട്ബോളിന്റെ തലവര തന്നെ മാറ്റി എന്ന് നമുക്ക് പറയാം. 2015 MSN ത്രയം UEFA ചാമ്പ്യൻസ് ലീഗ് നേടി. വ്യക്തിഗത മികവും ടീം വിജയവും സംയോജിപ്പിച്ചുകൊണ്ട് ഏറ്റവും വലിയ വേദികളിൽ പ്രകടനം കാഴ്ചവെക്കാനുള്ള കഴിവാണ് നെയ്മറിനെ ബാഴ്സലോണയിലെ സമയം അടയാളപ്പെടുത്തിയത്. 2017 നെയ്മർ 222 മില്യൺ യൂറോയ്ക്ക് പാരീസ് ആൻഡ് ജർമ്മനിയിലേക്ക് റെക്കോർഡ് ഭേദിക്കുന്ന ഒരു ട്രാൻസ്ഫർ നടത്തി. ചരിത്രത്തിലെ ഏറ്റവും ചെലവേറിയ കളിക്കാരനായി അത് നെയ്മറിനെ അടയാളപ്പെടുത്തി. PSG അദ്ദേഹം തിളങ്ങുകയും ഫ്രഞ്ച് ഫുട്ബോളിൽ ആധിപത്യം സ്ഥാപിക്കാനും തുടർന്ന് 2020 ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ എത്തിക്കാനും ക്ലബിനെ സഹായിച്ചു. തന്റെ നീക്കത്തിനുമിടയ്ക്കുള്ള വിവാദങ്ങൾക്കെതിരായ വിമർശനങ്ങൾ നേരിട്ടിട്ടും നെയ്മറിന്റെ കഴിവും കളിയിലുമുള്ള സ്വാധീനം നിഷേധിക്കാനാവാത്തതാണ്. ബ്രസീലിയൻ ദേശീയ ടീമിനെ വെച്ച് നോക്കുകയാണെങ്കിൽ നെയ്മർ പ്രതീക്ഷയുടെയും അഭിമാനത്തിന്റെയും പ്രതീകമാണ്. ബ്രസീലിന്റെ 2013 കോൺഫെഡറേഷൻ കപ്പ് വിജയത്തിൽ അദ്ദേഹം നിർണായകമായ പങ്കാണ് വഹിച്ചത്. തുടർന്ന് 2014, 2018 ലോകകപ്പ് ക്യാമ്പയിനുകളിൽ അദ്ദേഹം ഒരു പ്രധാന പങ്കാണ് വഹിച്ചത്. ബ്രസീലിനെ 75ലധികം ഗോളുമായും സെലിസാവോയ്ക്കായി എക്കാലത്തെ മികച്ച സ്കോറർ പട്ടികയിൽ പെലെയെ മറികടന്ന് 1ാം സ്ഥാനത്തുമാണ് ഇപ്പോൾ നെയ്മർ നിൽക്കുന്നത്. നെയ്മറിന്റെ പ്രകടന രീതിയും ഫുട്ബോളിന്റെ പരമ്പരാഗത ബ്രസീലിയൻ തത്വചിന്തയും അവസാനത്തേതാണെന്നാണ് ആരാധകർ വിശേഷിപ്പിക്കുന്നത്. കർക്കശമായ തന്ത്രങ്ങളെക്കാൾ വൈദഗ്ധ്യം, സർഗാത്മകത, സന്തോഷം എന്നിവയ്ക്ക് മുൻഗണന നൽകുന്ന ഒന്നാണത്. മത്സരങ്ങൾ കൂടുതൽ ഘടനാപരവും ശാരീരികവുമായി മാറിയ ഈ യുഗത്തിൽ ഫുട്ബോളിനെ ലോകത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട കായിക ഇനമാക്കി മാറ്റിയ സൗന്ദര്യത്തിന്റെയും കലാരൂപത്തിന്റെയും ഓർമ്മപ്പെടുത്തലായി നെയ്മർ വേറിട്ട് നിൽക്കുന്നു. ജോഗോ ബോണിറ്റോ എന്ന ശൈലിയുടെ അവസാന താരം എന്ന നിലയിൽ നെയ്മർ ബ്രസീലിയൻ ഫുട്ബോളിന്റെ സുവർണ്ണ കാലഘട്ടത്തിന്റെ പാരമ്പര്യം വഹിക്കുന്നു. മൈതാനത്ത് തന്റെ മാന്ത്രികത കൊണ്ട് ലക്ഷക്കണക്കിന് ആളുകളെ അദ്ദേഹം പ്രചോദിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ മാസ്മരിക ഡ്രിബ്ലിങ്ങുകൾ, ധീരമായ ഫ്ലിക്കുകൾ അല്ലെങ്കിൽ പകർച്ചവ്യാധി നിറഞ്ഞ പുഞ്ചിരി എന്നിവയാലും മനോഹരമായ കളിയുടെ ആത്മാവ് നിലനിൽക്കുന്നുവെന്ന് ഉറപ്പാക്കിക്കൊണ്ട് നെയ്മർ ലോകമെമ്പാടുമുള്ള ആരാധകരെ ആകർഷിക്കുന്നത് തുടരുന്നു.